താങ്ക് യു സർ. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. എനിക്ക് 6 മക്കള്. ഞാൻ അബോർഷൻ എന്ന ഈ വലിയ മാരകമായ തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഡോക്ടർ മാനസാന്തരപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ ക്രൂരമായ രീതിയിലാണ് അസിസ്റ്റ് ചെയ്യുന്ന നഴ്സിൻ്റെ അടുത്ത് വലത്തെ കൈ മുറിച്ച് ടേബിളിൽ വെക്കും, ഇടത്തെ കൈ മുറിച്ച് ടേബിളിൽ വെക്കും, വലത്തെ കാല്, ഇടത്തെ കാല്, ഉടല്, പിന്നെ തലയാണ് 3 മാസം 4 മാസം. അപ്പൊ അത് പ്രത്യേകമായിട്ട് ഉള്ളൊരു മിഷൻ ഉപയോഗിച്ച് സക്ക് ചെയ്തെടുക്കുകയാണ് മക്കളെ. അപ്പൊ ഇങ്ങനെ ഇപ്രകാരമുള്ള നിന്ദ്യവും നീചവും നികൃഷ്ടവുമായ രീതി കണ്ടപ്പോഴാണ് എനിക്ക് ജീവിതം മുഴുവൻ 38 വർഷമായിട്ട് കുടുംബസമേതം അബോർഷനെതിരെ പ്രവർത്തിക്കുകയാണ്. പ്രിയമക്കളെ, 160-ലധികം കുഞ്ഞുങ്ങളെ അബോർഷനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ദൈവം കൃപ നൽകി. ശരി, ഞാൻ അതോട് നന്ദി പറയുന്നു. പിന്നെ മക്കളെ, താങ്ക് യു. പിന്നെ നമ്മുടെ നാടൻ രീതിയിലുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്ന രീതി, ഒരു ഡോക്ടർ 1984 കാലഘട്ടത്തിലെ സംഭവമാണ്. പ്രസവം, അതായത് 14 വയസ്സുള്ള ഒരു കുഞ്ഞ് ഒരു ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ച് രഹസ്യമായിട്ട് പോയപ്പോൾ ആ കുഞ്ഞിനെ കൊല്ലുവാനായിട്ട്, ജനിച്ച് നിമിഷങ്ങളായിട്ടുള്ള കുഞ്ഞിനെ കൊല്ലുവാൻ പ്രസവം എടുക്കാൻ ഡോക്ടറിന് 5000, ആ കുഞ്ഞിന്റെ മുഖത്ത് നനഞ്ഞ തുണി ഇട്ട് അതിനെ കൊല്ലുവാനായിട്ട് 3000, കൊന്ന കുഞ്ഞിനെ കുഴിച്ചു മൂടാനായിട്ട് 2000. അപ്പം പിന്നീട് മറ്റൊരു രീതി എന്ന് വെച്ചാൽ നെല്ല് കുഞ്ഞിന്റെ അണ്ണാക്കിൽ കുത്തി വെച്ചിട്ട് വാതിലടച്ചു പോയി ഡാർക്ക് റൂമില്. മക്കളെ, നമ്മളൊന്നും അറിയുന്നില്ല. നമ്മൾ വളരെ നിന്ദ്യവും നീചവുമായ രീതിയിലുള്ള രീതികളാണ് മക്കളെ. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തില് ഏതെങ്കിലും രീതിയിൽ അബോർഷനെതിരെ, അബോർഷന് അനുകൂലമായി നിങ്ങൾക്ക് ഏതെങ്കിലും തീരുമാനം എടുത്ത് സപ്പോർട്ട് ചെയ്ത് വന്നെങ്കിൽ കുമ്പസാരിക്കണം, അനുദപിക്കണം. ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിൽ ജനിപ്പിക്കുവാനായിട്ട് നിങ്ങള് പ്രോത്സാഹിപ്പിക്കണം. ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം മക്കളെ, ഈ തിന്മ, പാപം ഒരു വേട്ടപ്പട്ടിയെ പോലെ നിന്നെ പിന്തുടരുമെന്നാണ് പറഞ്ഞത്. ഈ എറണാകുളത്തൊരു കുടുംബത്തില് ഭാര്യക്ക് 3ാമതൊരു കുഞ്ഞിനെ ജനിച്ചപ്പോൾ ഭർത്താവ് നിർബന്ധമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടേ അബോർഷൻ ചെയ്തിട്ട് അവളോട് പറഞ്ഞു, മിണ്ടരുത്. ഒരു കുഞ്ഞിന്റെ, ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്നൊരു കുഞ്ഞിനെ കളയാം, ഹൃദയത്തിൽ നിന്നൊരു കുഞ്ഞിനെ കളയാൻ പറ്റില്ല. ആ മോളൊരു മാനസിക രോഗിയായി പോയി. അമിത വൃത്തിയാണ് ആ സമൂഹത്തിന്. ഒരു ദിവസം 2 സോപ്പ്, ഒരു ദിവസം 3 ജോഡി ഡ്രസ്, ഇങ്ങനെ അമിത വൃത്തി. അത് കൗൺസിലിംഗിൽ ചെന്നപ്പോഴാണ് ഈ രഹസ്യം ഒരു വെളിപ്പെട്ടത്. 3ാമത്തെ കുഞ്ഞിനെ ആരോടും പറയരുതെന്ന് പറഞ്ഞ് അബോർഷൻ ചെയ്തു. പക്ഷേ മക്കളെ, എല്ലാവരും അറിഞ്ഞു. ഒരു കുഞ്ഞിനെ, ഒരു കുടുംബം നശിപ്പിക്കുമ്പോൾ ഒന്ന് പറയുന്നത് സാമ്പത്തിക ഭാരം, 2 അപമാനം, വയറും വീർത്ത് 2-3 കുച്ചികളും ഉണ്ടാവും, പിന്നെയും വയറും വീർത്ത് മറ്റുള്ളവർ കളിയാക്കും. മറ്റൊന്ന് ശാരീരികമായിട്ടുള്ള ആരോഗ്യം. മക്കളെ, അബോർഷൻ ചെയ്താൽ ഈ 3 മേഖലകളിലും നമുക്ക് പിന്നീട് തിരിച്ചറിയുണ്ടാവും. പാപം നമ്മളെ വേട്ടപ്പട്ടിയെ പോലെ പിന്തുടരും. ഈ മകള് 3ാമതൊരു കുഞ്ഞിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരുടെ മാനസിക രോഗം മാറിയത്. താങ്ക് യു മക്കളെ. ഈ കാണുന്ന പ്രോ ലൈഫിന്റെ പോസ്റ്ററൊക്കെ ഒന്ന് കണ്ട് ഈ എളിയവരെ ഒന്ന് അനുഗ്രഹിക്കണം കേട്ടോ. താങ്ക് യു. ഞാനിത് പെട്ടെന്ന് വായിക്കാം.